ആഹാര ശൃംഖല. പുല്ല് തിന്നുന്ന പുൽച്ചാടി, പുൽച്ചാടിയെ തിന്നുന്ന തവള, തവളയ്ക്ക് പാമ്പ്, പാമ്പിന് പരുന്ത്. ഇவ்விധമാണ് ഒരു ആവാസ വ്യവസ്ഥയിൽ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരും ഇപ്രകാരമുള്ള ഏതെങ്കിലും ഒരു ആഹാര ശൃംഖലയിലെ കണ്ണിയാണ്. അപ്പോൾ നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കുന്നത്, അല്ലേ? അല്ല സാർ. അതെന്താ കാളിദാസ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ ജീവിക്കുന്നത്? എടുക്കണ്ടോ? പാട്ടാ പാട്ട് പാട്ട്. ഹലോ കാളിദാസൻ സാർ. ഹലോ ബാലൻ സാർ എവിടെ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. എന്തായി, വല്ലതും കിട്ടിയോ? വല്ലതും കിട്ടിയേക്കും. എന്തായത്? കുറച്ച് കള്ളപ്പാ. ആ വീട്ടിൽ നിന്നാ. ഈ ലോക്കൽസുമായി ഒരു ബന്ധമുള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഇവിടെ കുഴിക്കുന്നതിനേക്കാൾ സാമ്പിൾസ് കിട്ടാൻ സാധ്യത അടുത്തുള്ള പുരയിടങ്ങളിൽ നിന്നാ. എവിടെ ആളെവിടെ? ഈ കുണ്ടലത്തിന്റെ കഥ ഒരു മിത്താവാനാണ് സാധ്യത. എന്താ സാറേ? അതെ സാർ. 16ാം നൂറ്റാണ്ടില അന്ന് കേരളത്തിലെത്തിയ ഇബ്നു ബത്തൂത്തയെ പാമ്പ് കടിച്ചപ്പോ ചികിത്സിച്ച് സുഖപ്പെടുത്തിയത് ഈ മൂപ്പന്റെ മുൻതലമുറയിൽപ്പെട്ട ആരൊരാളാ. അന്ന് ഗിഫ്റ്റായിട്ട് ബത്തൂത്ത കൊടുത്തതാ ഈ കുണ്ടലം. ഇവൻ പറയുന്ന വലുത് ഉള്ളതാണോ? സംഗതി പേർഷ്യൻ തന്നെയാ. അതെ, അതാ ഇൻട്രസ്റ്റിംഗ്.
തന്റെ സോൾട്ടെല്ലാം പുറത്ത് വന്നല്ലോ. നര കൂടിയല്ലേ? ആ അപ്പൊ ഇബന് ബത്തൂത്ത ആ കുണ്ടലം ആ തക്കം കിട്ടിയ മൂപ്പനെ തട്ടി സാധനം അടിച്ചിട്ട് പോകുമ്പോൾ ആളുകൾ റെഡി ആയിരിക്കുക. ഇതാണെങ്കിൽ മുറിച്ചെടുക്കാനും വയ്യ. അത് മാത്രമല്ല സാറേ, ഈ മൂപ്പനെ നിക്ക് ചില കാട്ടുഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അതൊന്ന് പഠിച്ചെടുക്കണം. അത് പറ. കളത്തിപ്പറമ്പിൽ കാളിദാസൻ എന്ന ആർക്കിയോളജിസ്റ്റ് ഇത്ര ഡെഡിക്കേറ്റഡ് ആയതെന്ന് പോലെ അന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ആ പിന്നെ സംഗതി പൊല്ലാപ്പാണെന്ന് കണ്ട ഡിപ്പാർട്ട്മെന്റിൽ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണ്ട. താൻ എന്ത് കാണിക്കാടോ? ഇടോ പ്ലോട്ട് 3 സ്കെച്ച് എടുക്കാം സാർ. എടുക്കാം സാർ. എപ്പോ ഞാൻ കുഴിയിലായിട്ടോ? പോയി എടുക്കണോ സാർ ലെൻസ്. ഓഹോ, ഇത് കിട്ടിയാലേ താൻ പോവുള്ളൂ. പോണോ ഇവിടുന്ന്? എടോ എടോ, ഇത് ഞാൻ അവിടെ കൊണ്ട് തരണോ? വേണ്ട സാർ. മേടിച്ചിട്ട് പോടോ. വാ. അതെ സാർ, ആ പയ്യനെന്തിനാ എപ്പോഴും ഇങ്ങനെ ഹറാസ് ചെയ്യുന്നത്? താൻ അവന്റെ ചെവിയിലെ പൂട കണ്ടോ? എന്റെ അപ്പനും ഉണ്ടത്. ഇവനെ കാണുമ്പോ എനിക്ക് അപ്പനെ ഓർമ്മ വരും. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? വേണ്ട, താൻ 1 or 2 ചോദിക്കടോ. ഈ മയിലാടിയിൽ എക്സ്കവേഷൻ പ്രോജക്റ്റ് ഓക്കെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്. അവിടെ കുഴിച്ചിട്ട് കാര്യമുണ്ട്. അവിടുന്ന് 30 കിലോമീറ്റർ മാറി ഇവിടെ കുഴിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇതെല്ലാം ഇവിടുന്ന് കിട്ടിയതാ. ഞെട്ടിയതാൻ. മോഹൻജോദാരോ മോഡൽ അടി. താൻ നോക്കിയോ, ഈ പ്രോജക്റ്റിന് ഞാൻ നോബൽ പ്രൈസ് അടിച്ചെടുക്കാം. അതിന്റെ പ്രൈസ് മണി കൊണ്ട് എന്താ പോരെ? എന്നാ വിട്ടോ. അല്ല നിക്ക്, മുസിരിസ് ഇന്ന് പഴയ ടീം വരുന്നുണ്ട്. അയ്യോ പോയിട്ട് പണിയുണ്ടേ. എന്നാ വേണ്ട. ആ ബാബുവിനോട് അന്വേഷണം പറ. ഓഫീസിലേക്ക് ഇറങ്ങില്ലേ, അവിടെ വെച്ച് കൂട്ടിയിടിക്കാം. ഓ മറക്കാം, എല്ലാം മറക്കാം. കീഴ്ക്കാവിലെ പൂരത്തിന് ശീവേലി കണ്ടുനിന്ന ആ 10ാം ക്ലാസ്സുകാരി കുട്ടിയുടെ കയ്യിൽ ആരും കാണാതെ കരിവളകൾ വെച്ച് തന്ന് ആ പൊടിമീശക്കാരനെ മറക്കാനാവൂ? കൂത്തമ്പലത്തിന്റെ ജനലടികളിലൂടെ ആരെയോ തിരഞ്ഞുകൊണ്ടിരുന്ന ആ ഉണ്ടക്കണിയെ ആ പൊടിമീശക്കാരനും മറക്കാനാവില്ല. എന്താടാ നമ്മളിങ്ങനെ? നമുക്കെന്താ സംഭവിച്ചത്? എന്ത് പറ്റി മായ? ഹേയ് ഒന്നുമില്ല സർ. എന്താ കാര്യം? ഇത് കുറച്ച് പൈങ്കിളിയായോന്നൊരു. മായ പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കി അതാണ് പ്രശ്നം. എല്ലാ പ്രേമവും എക്കാലത്തും പൈങ്കിളിയാണല്ലോ. ഓക്കേ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി പറയണമെന്നില്ല. ടേക്ക് പോവാം. നോക്കാം. എന്താടാ നമ്മളിങ്ങനെ? സവാള എത്ര ശശിയേട്ടാ? ശശിയേട്ടാ എഴുതിക്കോ. മല്ലിപ്പൊടി 100, മുളക് പൊടി 50, പച്ചമുളക് 100, ഉള്ളി 1/4 കിലോ, 2 രാധാസും. എല്ലാം ഒപ്പിച്ചു വെച്ച് വന്ന് നിക്കണം. നിപ്പ് കണ്ടില്ലേ? മുഖത്തേക്ക് നോക്കടാ. എന്റെ പടച്ചമ്പുരാനെ, എന്റെ ഇത്ത ഈ വർഷം ഇത് 3ാം തവണയാ. നീ ഇത്ര വലിയൊരാണല്ലേ? നീ വേണ്ടേ നിന്റെ അമ്മയും ഇവിടെ താമസിക്കുന്ന 2 പെൺപിള്ളേരെ നോക്കാൻ? പഴം ഞാൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞതാ. അതങ്ങനെ പറഞ്ഞാ കേക്കൂ? അതിന് പഴത്തിനൊന്നും പറ്റിയില്ലല്ലോ. ഡാ അടിച്ചിന്റെ തോല് വിളിക്കും ഞാൻ. ഫിലാഡൽഫിയ എന്ന് എന്റെ ജോർജച്ചായ വിളിക്കുമ്പോ ഞാൻ എന്നാ പറയും എന്റെ കർത്താവേ. നിന്നെ ഞാൻ വല്ല ബോർഡിങ്ങിനും കൊണ്ടാക്കും, നോക്കിക്കോ. ആദ്യം ആ സൈക്കിൾ എടുത്തങ്ങ് പൂട്ടി വെക്ക്. സൈക്കിളിന് വരുന്ന ലോകത്തെ ആദ്യത്തെ ആളൊന്നുമല്ലല്ലോ ഞാൻ. ഇവനെ ഇന്ന് ഞാൻ വേണ്ട മറിയ വീട്. ഇവൻ ജനിച്ച അന്ന് മുതൽ എന്റെ നെഞ്ചി തീയ. നിനക്കിനി സ്കൂളും ഇല്ല, ടിവി ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, ഒന്നുമില്ല. അറ്റൻഷൻ പ്ലീസ്. ഇനി എന്തെങ്കിലും കഴിക്ക്. ആ കൊച്ചിന് ഇത്തിരി വിശ്രമം കിട്ടട്ടെ. ഇല്ലടാ, നീയൊക്കെ കൂടെ അവനെ കൊഞ്ചിച്ച് ഈ കോലത്തിലാക്കിയത്. പേയിങ് ഗസ്റ്റ് ആയിട്ട് ഈ പെമ്പിള്ളേരെ കിട്ടിയതുകൊണ്ട് മറയ്ക്ക് വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇത് മോളുണ്ടാക്കിയതാ. പിന്നെ ഇവക്ക് ചായ തിളപ്പിക്കാൻ പോലും അറിയില്ല. ഓ, ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. ചായ ആ ഇങ്ങോട്ട് കേറിയെന്ന് വെച്ചേ നിന്റെ സൗന്ദര്യമൊന്നും കൂടി പോകത്തില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോ കൂടിപ്പോയാലോ. ഇരിക്കും മോനെ. വേണ്ട, ചായയില് കലോറി കൂടുതലാ. ഓ, കുറച്ചുകൂടി മിക്സ് ചെയ്ത് ഇത് മാറ്റ്.
മറിയാൻഡി വിട്ടേക്ക്. ദാ ഈ വർഷത്തെ കോട്ട കഴിഞ്ഞ് ഇനി അടുത്ത വർഷേ ചാൻസ് ഉള്ളൂ.